നമസ്കാരം സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഈത്തപ്പഴം അച്ചാറിന്റെ റെസിപ്പിയാണ് പറയുന്നത്. ട്രഡീഷണൽ രീതിയിൽ ഒരു പഴയ മെത്തേഡിലൂടെ നമ്മൾ വീട്ടിൽ തന്നെ വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. നല്ല കട്ടിയുള്ള ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പം കടുക്, ഉലുവ എന്നിവ പൊട്ടിച്ചെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ശേഷം നമ്മൾ രണ്ടാമത്തെ ഐറ്റംസ് ആയ ഇഞ്ചി നമ്മൾ ചേർക്കുന്നു. ഇഞ്ചി ചേർത്ത് അത് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ചേർത്തു. പിന്നെ നമ്മൾ എരിവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുവന്ന മുളക്, ഇതും ഇതിലേക്ക് നിർബന്ധമായ ഒരു ഘടകം തന്നെയാണ്. ചുവന്ന മുളക് ചേർത്തു. പിന്നെ ഫ്ലേവറിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന കറിവേപ്പില നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ വേവിച്ച് കൊണ്ടുവരണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ കറിവേപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഒരു ഫ്രൈയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഈ 3 പൗഡർ നമ്മൾ ചേർക്കണം. നമ്മൾ തികച്ചും മല്ലിപ്പൊടിയും ഇതിൽ ചേർക്കാറില്ല. കാരണം മല്ലിയുടെ ഫ്ലേവർ വേറൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. പകരം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഈ 3 പൊടിയും നമ്മൾ ചേർക്കുന്നത്. നമ്മൾ തികച്ചും നമ്മൾ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുകയാണ്. മഞ്ഞളും മുളകൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വീട്ടിൽ പൊടിച്ചിട്ടാണ് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നത്. ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫ്ലേവർ തരുന്നതും ഇതിനൊരു കളർ തരുന്നതും കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. ശേഷം നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച ഉലുവയും കടുകും നല്ല രീതിയിൽ വറുത്ത് വെച്ചിട്ടുണ്ടാണ്. വറുത്ത് വെച്ച് പൊടിച്ചിട്ട് നമ്മൾ എന്താക്കുക, ഈ മസാലയിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുക. നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കായത്തിൻ്റെ കട്ടയ്ക്ക് പകരം കായം പൗഡർ നമ്മൾ ചേർക്കുക. കായം പൗഡർ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിനെ നല്ല വേവിച്ചെടുക്കണം. നല്ലോണം വെന്ത് എന്ന് നമുക്ക് മനസ്സിലാണ്. ഒരു പച്ചപ്പും നമുക്ക് ഇതിലേക്ക് വരാൻ പാടില്ല. ശേഷം നമ്മളിതിനെ ഗ്രേവി രൂപത്തിലേക്ക് മാറ്റുന്ന സീനാണ് അടുത്തത്. അതിലേക്ക് നമ്മൾ വേണ്ട സാധനമാണ് നമുക്ക് വിനാഗിരി ഒഴിച്ച് നമ്മളിതിൻ്റെ പാകപ്പെടുത്തി ഇതിനെ ഗ്രേവി രൂപത്തിലാക്കി മാറ്റുക. ഗ്രേവി രൂപത്തിലാക്കിയിട്ട് ശേഷം നമ്മളിത് നല്ല തന്നെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ശേഷം നമ്മളതിലേക്ക് ഉപ്പും കൂടെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മളതിൻ്റെ ആ ബാലൻസ്, അതായത് ആ ഗ്രേവിയുടെ അച്ചാറിലേക്കുള്ള ഗ്രേവിയുടെ ആ ടേസ്റ്റ് നമ്മൾ ഫുൾ ക്ലിയർ ആക്കി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതൊന്ന് തിളക്കുക എന്നാണ്. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഈത്തപ്പഴം നമ്മൾ ചേർക്കുക. കാരണം ഈത്തപ്പഴം ചേർക്കുമ്പോൾ ഈത്തപ്പഴം നല്ല അളവിൽ തന്നെ ചേർക്കണം. നല്ല ക്വാണ്ടിറ്റി തന്നെ ചേർത്തിട്ട് ഈ അച്ചാർ ഒരു ലിക്വിഡ് രൂപത്തിലല്ലാതെ നല്ല കട്ടിയിൽ നല്ല തിക്നെസ്സിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഈത്തപ്പഴം അച്ചാർ ഒരു കൃത്യ രീതിയിൽ എത്തുള്ളൂ. കാരണം ഈത്തപ്പഴം നമ്മൾ വാങ്ങി വൃത്തിയാക്കി കുരു കളഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇട്ടതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് നല്ല രീതിയിൽ ഈത്തപ്പഴം ചേർക്കണം. അച്ചാറിൽ ഈത്തപ്പഴം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല രീതിയിൽ ഇട്ട് നല്ല രീതിയിൽ അത് ഇളക്കി ജോയിൻ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ലിക്വിഡ് എത്തണം. അതായത് നമ്മൾ അച്ചാറിൻ്റെ ആ മസാലകളെത്തണം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രൂപത്തിൽ നല്ല രീതിയിൽ ഇളക്കി ജോയിൻ്റ് ചെയ്ത് ഇത് നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കേണ്ടത്. അടുപ്പത്ത് വെച്ച് അടുപ്പിലുള്ള പുകയൊക്കെ കൊള്ളുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ശേഷം നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ആയ ചെറീസ് കൂടെ ചേർക്കണം. ചെറീസാണ് നമ്മളിത് ചേർക്കുന്നത്. ഈത്തപ്പഴവും ചെറീസും. ഈ ചെറീസ് ചേർക്കുമ്പോഴാണ് നമുക്ക് ഈത്തപ്പഴം അലിഞ്ഞ് ചേരുന്നതിന് ശേഷം നമുക്ക് ഈ ചെറീസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കടിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴത്തിൻ്റെ കൂടെ ചെറീസ് ഇടുമ്പോൾ. ചെറീസ് കൂടി ഇട്ട് നമ്മൾ ഇതിനെ വേവിച്ച് കുറുക്കിയെടുക്കുക. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഷുഗറാണ്. ഷുഗർ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാർ ഐറ്റംസോട് കേടായി പോകാതിരിക്കാനും ടേസ്റ്റ് ബാലൻസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. കാരണം ഈ ഷുഗർ ഒരു പ്രിസർവേറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ചാർ നമുക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഈത്തപ്പഴവും ചെറിയും ചേർത്തിട്ടുള്ള നല്ല നാടൻ അച്ചാർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യാം.